പറയുന്നതിന് ഓരോരോ നമ്മുടെ യൂറോപ്പ് ട്രിപ്പിൻ്റെ സെക്കൻഡ് ഡെസ്റ്റിനേഷനിലേക്ക് പോകാൻ എയർപോർട്ടിലേക്ക് പോവുകയാണ് നമ്മൾ. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് എൻഡ് ചെയ്തത് എയർപോർട്ടിൽ വെച്ചാണ്. ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു യൂറോപ്പ് പോകുന്നവർ അധികം പ്രിഫർ ചെയ്യാത്ത ഒരു കൺട്രിയിലേക്കാണ് നമ്മൾ പോകുന്നതെന്ന്. പക്ഷേ നമ്മൾ ഈ യൂറോപ്പ് ട്രിപ്പ് പോകാൻ തന്നെ കാരണം ആ കൺട്രിയാണ്. അതിൻ്റെ വിശേഷങ്ങൾ വഴിയെ ഞാൻ പറഞ്ഞു തരാം. ചെക്കിനൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫ്ലൈറ്റിൽ കയറി. അതിൻ്റെ വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഫ്ലൈറ്റിൽ നിന്ന് നമ്മുടെ ഒരു സർപ്രൈസ് കിട്ടി. എന്താ ഗ്ലോ എന്ന് നോക്കുമ്പോൾ സോ ഇറ്റ്സ് സ്റ്റോറി ടൈം. നമ്മൾ കുറേ നേരമായി ഈ കൺട്രി എന്ന് പറയുന്നതല്ലാതെ എങ്ങോട്ടാന്ന് പറഞ്ഞിട്ടില്ല. സോ നമ്മൾ പോകുന്നത് ഫിൻലൻഡിലേക്കാണ്. ഫിൻഎയറിലാണ് നമ്മൾ ഫ്ലൈ ചെയ്യുന്നത്. ഹെൽസിങ്കിയിൽ ലേ ഓവറും ഉണ്ടായിരുന്നു. ആഫ്റ്റർ എ ലോങ് ജേർണി നമ്മൾ ഹാപ്പിയസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ് എന്നറിയപ്പെടുന്ന ഫിൻലൻഡിൽ ലാൻഡ് ചെയ്തു. അതിൻ്റെ ഇടയിൽ ഒരു ട്വിസ്റ്റ് സംഭവിച്ചായിരുന്നു. അതായത് നമ്മൾ പാരീസിലെ എയർപോർട്ടിൽ നിൽക്കുമ്പോൾ നമുക്കൊരു മെയിൽ വന്നു, ഫിൻലൻഡിൽ നമ്മൾ ബുക്ക് ചെയ്ത ഹോട്ടൽ റിസർവേഷൻ ക്യാൻസലായെന്ന് പറഞ്ഞിട്ട്. ഒരു നിമിഷം നമ്മൾ പാനിക്കായെങ്കിലും പെട്ടെന്ന് തന്നെ സൈറ്റ് എടുത്ത് നമ്മൾ വേറൊരു ഹോട്ടൽ ബുക്ക് ചെയ്തു. അത് പക്ഷേ ടൗണിൽ നിന്ന് ഒരു 10 കിലോമീറ്റേഴ്സ് ദൂരെയായിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് ബസ് സർവീസസ് വളരെ കുറവാണ്. ഈവൻ ബസ് ഉണ്ടെങ്കിൽ തന്നെ കുറേ മണിക്കൂറുകൾ കഴിഞ്ഞാണ് നമ്മൾ ഡെസ്റ്റിനേഷനിലെത്തുക. അതുകൊണ്ട് നമുക്ക് വേറെ ഓപ്ഷനും ഇല്ലായിരുന്നു. സോ നമ്മൾ ക്യാബ് ഹയർ ചെയ്തിട്ടാണ് സ്റ്റേയിലേക്ക് പോകുന്നത്. ഫിൻലൻഡ് ഒരു എക്സ്പെൻസീവ് കൺട്രി ആണെങ്കിലും നമുക്ക് മെയിനായിട്ട് വന്ന ഒരു അൺഎക്സ്പെക്റ്റഡ് ചിലവാണ് ഈ ക്യാബ് ഹയർ ചെയ്യുന്നത്. ഹോട്ടലിലേക്കുള്ള വഴിയിൽ നല്ലൊരു സൺസെറ്റും നമുക്ക് കാണാൻ സാധിച്ചു. ലാസ്റ്റ് മിനിറ്റ് ബുക്ക് ചെയ്തതാണെങ്കിലും അത്യാവശ്യം നല്ലൊരു റൂം തന്നെയാണ് നമുക്ക് കിട്ടിയത്. ഒരു 4 പേർക്കൊക്കെ വേണമെങ്കിൽ കിടന്നുറങ്ങാൻ പറ്റുന്ന ഒരു റൂമാണിത്. ഇതിനോട് അറ്റാച്ച് ചെയ്തതിന് ഒരു കിച്ചണും വരുന്നുണ്ട്. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. വൈ ഫിൻലൻഡ്? യൂറോപ്പ് എന്ന് പറയുന്ന ഒരു ഡ്രീമിനേക്കാളും ഞങ്ങൾക്കുണ്ടായിരുന്നത് നോർത്തേൺ ലൈറ്റ്സ് കാണുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഫിൻലൻഡ് ചൂസ് ചെയ്തതും ഈ യൂറോപ്പ് ട്രിപ്പ് തന്നെ ഹാപ്പൻ ആയതും ആ ഒരു റീസൺ കാരണമാണ്. ഫിൻലൻഡിലെ ഫസ്റ്റ് ഡേയിലേക്കാണ് നമ്മൾ നോർത്തേൺ ലൈറ്റ്സ് ആക്ടിവിറ്റി ബുക്ക് ചെയ്തത്. വൈകുന്നേരം ആയപ്പോൾ തന്നെ അവരുടെ ടീം നമ്മളെ ഹോട്ടലിൽ വന്ന് പിക്ക് ചെയ്തിരുന്നു. സ്വീഡൻ ബോർഡറിൻ്റെ അടുത്തുള്ള ഒരു ഫ്രോസൺ ലേക്കിലേക്കാണ് നമ്മളെ നോർത്തേൺ ലൈറ്റ്സ് കാണിക്കാൻ വേണ്ടി അവർ കൊണ്ടുപോയത്. So basically everything starts with the sun. When there are big solar storms and explosions, little particles called electrons and protons travel towards Earth with solar wind. When they reach our magnetic field, most of them are blocked by our magnetic field, but some of them travel towards southern and northern pole, where they settle a little bit, and then when they actually enter our atmosphere, the northern lights are made. In our atmosphere, they collide with different gases, mainly oxygen and nitrogen. Based on that, we can get different colors of northern lights that we can see. There are 4 colors we can see. The main one obviously green. The second most common color is red. The third color that we can see is purple. And then the last color, the most rare color of northern light, is blue. I haven't seen it yet, so you can imagine how rare it is. Quite tricky to forecast northern lights. We can only predict like 30 minutes to 2 hours. That we use this app. It's called Space Weather Live. AP index mostly just tell us how high on the horizon the northern lights will be. തണുപ്പത്തിടാൻ ഓവറോൾസ് ഒക്കെ അവിടെ തന്നായിരുന്നെങ്കിലും അവിടെ നല്ല തണുപ്പായിരുന്നു. -24 ഡിഗ്രി ആയിരുന്നു ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ തണുത്ത് വിറച്ചാണ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി നോർത്തേൺ ലൈറ്റ്സ് കാണാൻ നിന്നത്. ഫോട്ടോഗ്രാഫി പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറേ ഫോട്ടോസ് എടുത്തു കൂട്ടി. ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഞങ്ങൾ പോയ ദിവസം നോർത്തേൺ ലൈറ്റ്സിൻ്റെ ഇൻറ്റൻസിറ്റി വളരെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ നേക്കഡ് ഐസിൽ നമുക്ക് ആ ഒരു പച്ച കളർ കാണാൻ സാധിക്കുന്നില്ലായിരുന്നു. നമ്മൾ നോക്കുമ്പോൾ ഒരു ഗ്രേഷ് കളർ ക്ലൗഡ് പോലെയായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. പക്ഷെ ഫോണിലും അവരുടെ കയ്യിലുണ്ടായിരുന്ന ക്യാമറയിൽ നോക്കുമ്പോൾ നല്ല പച്ച കളർ ഉണ്ടായിരുന്നു. പക്ഷെ ഫോണിൽ നമ്മൾ ഷൂട്ട് ചെയ്യാൻ നോക്കിയിട്ട് ആ ഒരു ഭംഗിയിൽ അത് കിട്ടുന്നില്ല. ഒരു ക്ലാരിറ്റി ലോസ് നല്ലോണം ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു.
സംഭവം ഇങ്ങനെ ചിരിച്ചൊക്കെ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നുണ്ടെങ്കിലും കാല് നല്ല ഫ്രീസ് ആയിട്ട് ഇരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് നേരം നമ്മൾ പുറത്ത് നിന്നിട്ട് കുറച്ച് നേരം വണ്ടിയിൽ പോയി നമ്മൾ ഹീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ വണ്ടിയിൽ ചെന്നപ്പോൾ അവർ നമുക്ക് ഹോട്ട് ബെറി ജ്യൂസും മഫിൻസും കഴിക്കാൻ തന്നിട്ടുണ്ടായിരുന്നു. They cannot go out because otherwise their ancestors will take them with them. If you think about it, that actually makes a little bit more sense because if Northern Light is on, it's kind of cold outside like today. This is our day 2 in Finland. ഇന്നലെ നമ്മൾ നോർത്തേൺ ലൈറ്റ്സ് കാണാൻ പോയിട്ട് നല്ല തണുത്ത് വിറച്ച് ഫ്രീസായിട്ടാണ് തിരിച്ചു വന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. ഇന്ന് നമ്മൾ പോകുന്നത് കുറച്ച് സ്പെഷ്യലായിട്ടുള്ളൊരു സ്ഥലത്തേക്കാണ്. നമ്മൾ നോർത്തേൺ ലൈറ്റ്സ് കഴിഞ്ഞാൽ നെക്സ്റ്റ് മെയിൻ റീസൺ, ഫിൻലൻഡ് വരാനുള്ള നെക്സ്റ്റ് മെയിൻ റീസൺ ഇതാണ്. നമ്മുടെ ക്യാബ് വന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് പോവാം. ഇപ്പം നിങ്ങൾക്ക് ചെറുതായിട്ടൊരു ക്ലൂ കിട്ടിക്കാണും. അതെ, വി ആർ ഗോയിങ് ടു മീറ്റ് the OG Santa Claus. And ഇതിൻ്റെ മറ്റൊരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആർട്ടിക് സർക്കിൾ ക്രോസ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ആർട്ടിക് സർക്കിളിൻ്റെ ഫ്രണ്ടിലാണ്. നമ്മൾ ആ ലൈൻ, ആർട്ടിക് സർക്കിളിൻ്റെ ലൈൻ ക്രോസ് ചെയ്യാൻ പോവാണ്. പോയി ക്രോസ് ചെയ്യാം. കമോൺ. ആർട്ടിക് സർക്കിൾ ക്രോസ് ചെയ്ത് നമ്മൾ എത്തുന്നത് സാന്റാക്ലോസ് വില്ലേജിലാണ്. ഈ സാന്റാക്ലോസ് വില്ലേജ് ഉള്ളത് ലാപ്ലാൻഡിൽ റോവനിയമി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ ആക്ച്വലി 2 സ്ഥലത്താണ് സാന്റ ഉള്ളത്. ഒന്ന് ഈ സാന്റാക്ലോസ് വില്ലേജും ഒന്ന് സാന്റ തീം പാർക്കുമാണ്. തീം പാർക്ക് ഈസ് ജസ്റ്റ് ലൈക്ക് നമ്മുടെ നാട്ടിലെ വണ്ടർലേക്ക് പോലെ ആ ഒരു സെറ്റപ്പാണ്. പക്ഷേ ഇതാണ് ഒഫീഷ്യൽ ഹോം ടൗൺ ഓഫ് സാന്റാക്ലോസ്. ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലായിട്ട് ഒരു ചെറിയൊരു സ്റ്റോർ ഉണ്ട്. അപ്പം നമ്മൾ അതൊന്ന് വിസിറ്റ് ചെയ്യാമെന്ന് കരുതി അങ്ങോട്ടേക്കാണ് പോകുന്നത്. സാന്റയെ ചുമ്മാ പോയി കണ്ടാൽ മതിയോ? സാന്റയുടെ കയ്യിൽ നിന്ന് ഒരു പോസ്റ്റ് കാർഡ് സൈൻ ചെയ്ത് മേടിക്കണ്ടേ? അതിനായിട്ട് നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് പോസ്റ്റ് കാർഡ് സെലക്ട് ചെയ്യാം. ഇത് 3 ഞാൻ ഇവിടുന്ന് എടുത്തത്. പോസ്റ്റ് കാർഡ് മാത്രമല്ല കേട്ടോ ഇവിടെ ഉള്ളത്, വേറെ ഒരുപാട് സാധനങ്ങളുണ്ട്. കാണുമ്പോൾ നല്ല ക്യൂട്ടായിട്ട് നമുക്ക് കണ്ടാൽ ഇങ്ങനെ വാങ്ങിക്കാൻ തോന്നുന്ന ടൈപ്പ് സാധനങ്ങളുണ്ടല്ലോ, അങ്ങനത്തെ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു. പിന്നെ ഒന്നാമത് ഫിൻലൻഡ് എക്സ്പെൻസീവ് ആയതുകൊണ്ടും ഈ സാധനത്തിനും അത്യാവശ്യം റേറ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ വന്നിട്ട് ബാക്കി നോക്കാമെന്ന് കരുതി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് താഴേക്ക് ഇറങ്ങി. സാന്റയെ കാണാനുള്ള തിരക്കാണ് ഈ കാണുന്നത്. നമ്മൾ അവിടെ നിന്ന് ഒരു കൂപ്പൺ എടുത്തിട്ടുണ്ട്. ക്രിസ്മസ് സീസൺ ആവാറായതുകൊണ്ട് തന്നെ നല്ല റഷ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വെയിറ്റിംഗ് ടൈം ഉണ്ടായിരുന്നു. നമുക്ക് ഓൾമോസ്റ്റ് 2 hours എന്തോ ആയിരുന്നു വെയിറ്റിംഗ് ടൈം ഉണ്ടായിരുന്നത്. ആ വെയിറ്റിംഗ് ടൈം കഴിഞ്ഞിട്ടാണ് നമുക്ക് ആ എൻട്രി ക്രോസ് ചെയ്യാൻ പറ്റത്തുള്ളൂ സാന്റയെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളൊരു ലോങ് ക്യൂവിൽ നിൽക്കണം. പിന്നെയും കുറേ കഴിഞ്ഞിട്ടേ നമുക്ക് സാന്റയെ കാണാൻ പറ്റത്തുള്ളൂ. സമയം ഓൾമോസ്റ്റ് 12:15 ആയി. അപ്പം നമ്മൾ ഈ കൂപ്പൺ കാണിച്ചിട്ട് സാന്റയെ കാണാൻ വേണ്ടി അകത്തേക്ക് കയറുവാണ്. അങ്ങനെ നമ്മൾ സാന്റയെ കാണാൻ വേണ്ടി അകത്തേക്ക് കയറി. ഒരു ചെറിയ വഴി കൂടെ കുറേ ദൂരം നമ്മളിങ്ങനെ വളഞ്ഞ് തിരിഞ്ഞ് പോയാലാണ് നമ്മൾ സാന്റയുടെ അടുത്തെത്തുന്നത്. പോകുന്ന വഴിയെല്ലാം 2 സൈഡിലും ഒരുപാട് ഗിഫ്റ്റ് ബോക്സസ് ഇങ്ങനെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു അതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പോൾ സാന്റാക്ലോസിനെ കാണാൻ പോവുക. ഭയങ്കര എക്സൈറ്റഡ് ആയി. ഇപ്പോൾ ഒരു 5 മിനിറ്റ്സ് അല്ല, ഒരു 30 minutes നമുക്ക് കാണാൻ പറ്റും. സാന്റാക്ലോസിനെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കണം, വീഡിയോ എടുക്കണം, വിഷസ് പറയിക്കണം. ഇതിൻ്റെ ഉള്ളിൽ കൂടെ നോക്കിയാൽ എൽഫിനെ കാണാൻ പറ്റും. നമുക്ക് നോക്കാം എന്താ ചെയ്യുന്നതെന്ന്. എൽഫ് അവിടെ ഗിഫ്റ്റ് റാപ്പ് ചെയ്യാം. നമ്മൾ ഈ പോകുന്ന വഴിയിൽ ഒരുപാട് സ്ഥലത്ത് ഇതേപോലെയുള്ള പീപ്പ് ഹോൾസ് വെച്ചിട്ടുണ്ട്. അതിലൂടെ എല്ലാം നമുക്ക് എൽഫും ബാക്കിയുള്ളവരൊക്കെ എന്താ ചെയ്യുന്നതെന്ന് കാണാൻ സാധിക്കും. സാന്റാക്ലോസിനെ കാണാനുള്ള ക്യൂ ആണ് ഈ കാണുന്നത്. നല്ല തിരക്കുണ്ട്. നമുക്ക് ക്യൂ നിന്ന് സാന്റാക്ലോസിനെ കാണാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ വഴിയെല്ലാം നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് നല്ല ഇഷ്ടമായി. ഉള്ളിലായിട്ട് സാന്റ ഇരിക്കുന്നുണ്ട്. നമ്മൾ ഫുൾ സെറ്റ് ആയിട്ട് കയ്യിൽ ഇത് കുറേ പോസ്റ്റ് കാർഡ്സ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ പറ്റിയാണെങ്കിൽ സൈൻ ചെയ്യിക്കണം. പെണ്ണൊക്കെ ആയിട്ടാണ് പോകുന്നത്. വലിയ കവർ നിറച്ച് സാന്റ ഞങ്ങൾക്ക് എന്ന ഗിഫ്റ്റ് കാണണം നിങ്ങൾക്ക്. ഞങ്ങൾ ഇട്ടുകൊണ്ട് വന്ന ജാക്കറ്റ്. 32 days to Christmas. അപ്പം നമ്മൾ സാന്റയുടെ അടുത്തുനിന്ന് ഗിഫ്റ്റ് വാങ്ങിക്കാൻ പോവാണ്. അതിൻ്റെ കൂപ്പണാണ് ഈ കാണുന്നത്. നമ്മൾ സാന്റയുടെ അടുത്തുനിന്ന് ഗിഫ്റ്റ് വാങ്ങിക്കാൻ പോവുക. സാന്റ നമുക്ക് ഗിഫ്റ്റ് തരും. അങ്ങനെ വെറുതെ ഒന്നും സാന്റ നമുക്ക് ഗിഫ്റ്റ് തരൂല കേട്ടോ. പൈസ 3500 എണ്ണി കൊടുത്തിട്ടാണ് ഈ കൂപ്പൺ വാങ്ങിച്ചത്. സാന്റാക്ലോസിനെ മീറ്റ് ചെയ്യുന്നത് കംപ്ലീറ്റ്ലി ഫ്രീ ആണെങ്കിലും ഫോട്ടോഗ്രാഫിക്കും വീഡിയോഗ്രാഫിക്കും നമ്മൾ പൈസ കൊടുക്കണം.
And here comes the best part. I was so happy to meet him in real. Yeah, please sit down. Thank you. Hey, what is your name? Anne. Surprises. This is surprise for you, Anne. Do you like, what is your name? Anjali. Anjali. Oh, wonderful. Anjali, like angel. Yeah, do you love surprise? Thank you so much. Great. Very nice to meet you. ഫൈനലി വി മെറ്റ് സാന്റ. ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നടോ. എൻ്റെ ചൈൽഡ്ഹുഡ് ഡ്രീം ആയിരുന്നു സാന്റാക്ലോസിനെ കാണാന്നുള്ളത്. ആൻഡ് ഐ വാസ് സോ ഹാപ്പി. അതിൻ്റെ ഇടയ്ക്ക് സാന്റ നമുക്ക് നമ്മുടെ പോസ്റ്റ് കാർഡ് സൈൻ ചെയ്ത് തന്നായിരുന്നു. ഒരാൾക്ക് ഒരെണ്ണം വെച്ചാണ് സൈൻ ചെയ്ത് തന്നത്. നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഒരെണ്ണം വെച്ചത്. സീസൺ അല്ലാത്ത സമയത്ത് മൾട്ടിപ്പിൾ എമൗണ്ട്സ് നമുക്ക് സൈൻ ചെയ്ത് കിട്ടും. I'm so excited. Really? Yeah. Oh, thank you. Thank you so much. Thank you. All the best for you and Merry Christmas for you. Thank you. Yeah. Bye bye. സാന്റയെ കണ്ട് തിരിച്ചിറങ്ങിയിട്ട് നമ്മൾ വീണ്ടും കുറച്ച് സാധനങ്ങൾ കൂടി വാങ്ങിയായിരുന്നു. കാണാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. ഇവിടെ ചെറിയ രീതിയിൽ സ്നോഫോൾ വന്ന് തുടങ്ങിയിട്ടുണ്ട്. സ്നോഫോൾ സ്നോഫോൾ സ്നോഫോൾ. മഞ്ഞ് നേരത്തെ കണ്ടിട്ടുണ്ടെങ്കിലും മഞ്ഞ് പെയ്യുന്നത് ആദ്യമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഒത്തിരി സന്തോഷമായി. നമ്മളെ ഫിൻലൻഡ് ട്രിപ്പ് വെർത്തായി എന്ന് തന്നെ ഇപ്പോൾ പറയാം. സംഭവം കുറേ പൈസ പൊട്ടിയെങ്കിലും ദിസ് വാസ് ദ ബെസ്റ്റ്. മഞ്ഞ് വീണിട്ട് ഫുൾ ഫ്രീസ് ആയിരിക്കുക. കണ്ണിന്റെ ഉള്ളിലൊക്കെ. നമ്മൾ ഈ മഞ്ഞത്ത് ഈ നീണ്ട ക്യൂവിൽ നിൽക്കുന്നത് എന്തിനാണെന്നറിയോ? ഇവിടുത്തെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സാന്റ സാൽമൺ പ്ലേസിലെ സാൽമൺ കഴിക്കാനാണ്. സംഭവം ഇതൊരു ചെറിയ സെറ്റപ്പാണ്. അധികം സീറ്റിംഗ് ഒന്നും ഇല്ലാത്ത ചെറിയൊരു ബിൽഡിംഗ് ആണെങ്കിലും ഇവിടുത്തെ സാൽമൺ കഴിക്കാനായിട്ട് നല്ല തിരക്കാണ്. ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഓപ്പൺ ഫയറിലാണ് ഇവർ സാൽമൺ കുക്ക് ചെയ്യുന്നത്. ഇവിടെ കൂടുതൽ വെറൈറ്റീസ് ഒന്നുമില്ല. സാൽമണും വേറെ കുറച്ച് ഐറ്റംസ് മാത്രമേ ഉള്ളൂ. ഇത്രയും ഐറ്റംസ് വരുന്ന ഒരു കോംബോയ്ക്ക് ഇതിന് നമുക്ക് ഒരാൾക്കായത് $25 ആണ്. നല്ല തണുപ്പാണ്, നല്ല സുഖമുണ്ട്. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും രാത്രി ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ടെന്ന്. പക്ഷേ ഇത് പകൽ 2 മണി 3 മണി ആ ഒരു ടൈമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും. അതെ, ഇവിടെ രാവിലെ സൂര്യൻ ഉദിക്കുന്നത് തന്നെ ഒരു 9 മണി ആകുമ്പോഴാണ്. എന്നിട്ട് ഒരു 2 മണി 3 മണി ആകുമ്പോഴത്തേക്ക് സൺസെറ്റും ആകും. സാന്റാക്ലോസ് വില്ലേജിൽ ഇങ്ങനെ മഞ്ഞ് വീഴുന്നത് കാണാൻ എന്ത് ഭംഗിയല്ലേ. ഭംഗി മാത്രമല്ല, നല്ല തണുപ്പുണ്ട്. ഇപ്പോഴത്തെ ടെമ്പറേച്ചർ ഓൾമോസ്റ്റ് -20°C. തണുപ്പ് കൂടിയപ്പോൾ ഞങ്ങൾ വീണ്ടും അടുത്ത സ്റ്റോറിൽ കയറി. ഇവിടെയുണ്ട് കുറേ ക്യൂട്ട് സാധനങ്ങൾ. ഇതെല്ലാം കാണുമ്പോൾ നമുക്കിങ്ങനെ വാങ്ങിക്കണമെന്ന് തോന്നും. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും എനിക്ക് ഗിഫ്റ്റ് തരാൻ പ്ലാൻ ഉണ്ടെങ്കിൽ എന്താ വാങ്ങിക്കേണ്ടതെന്ന് നിങ്ങൾക്കിപ്പം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഓരോ സാധനം കണ്ട് തേരാപ്പാര നടക്കുമ്പോഴാണ് നമ്മൾ വേറൊരു സാധനം കാണുന്നത്. റെയിൻഡിയറിൻ്റെ ഫർ. ഇതിന് ഓൾമോസ്റ്റ് എത്ര €100 എന്തോ ആയിരുന്നു റേറ്റ്. ഈ സൈൻ പോസ്റ്റിൽ നമ്മൾ ഡൽഹി ആരെങ്കിലും ശ്രദ്ധിച്ചായിരുന്നോ? കറങ്ങി നടന്നത് മതി, തണുപ്പ് കൂടി വരിക, പെട്ടെന്ന് പണി തീർത്തിട്ട് വീട്ടിൽ പോകാൻ നോക്കാം. അതുകൊണ്ട് നമ്മൾ പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് നേരത്തെ വാങ്ങിയ പോസ്റ്റ് കാർഡ് നാട്ടിലേക്ക് അയക്കാൻ പോവാം. ഇത് കിട്ടുമെന്നൊന്നും ഒരു ഉറപ്പില്ല. കാരണം പലതവണ പല സ്ഥലത്ത് വെച്ച് ഞങ്ങൾ ഇതുപോലെ പോസ്റ്റ് കാർഡ് അയച്ചെങ്കിലും ഇതിൽ പലതും വന്നിട്ടില്ല. ഓരോ വർഷവും ഏകദേശം 5 ലക്ഷത്തോളം പോസ്റ്റ് കാർഡും പാഴ്സൽസുമാണ് സാന്റയുടെ ഈ അഡ്രസ്സിലേക്ക് എത്തുന്നത്. വരൂ, നമുക്ക് സ്വന്തം അഡ്രസ്സിലേക്ക് ഒരു കത്ത് എഴുതാം. സാന്റാക്ലോസിന്റെ സൈനൊക്കെയുള്ള ലെറ്റർ ഒന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ ഇട്ടേക്കാം. കിട്ടിയാൽ മതിയായിരുന്നു. അഞ്ജലി, എന്താ ഇവിടെ നിൽക്കുന്നത്? നമ്മൾ ആർട്ടിക് സർക്കിൾ ക്രോസ് ചെയ്തതിന്റെ സർട്ടിഫിക്കറ്റ് വാങ്ങുവാൻ. അതിന് എത്ര രൂപയാ? അത് സാധാ ഉള്ളതിന് €5, കുറച്ച് ഡിസൈനും ആർട്ട് വർക്കൊക്കെ ഉള്ളതിന് €6. ഇവിടെ വന്നിട്ട് മൊത്തത്തിൽ പൈസ ചെലവാ. ഇവിടെ ഫുൾ നമുക്ക്
അച്ചീവ്മെന്റ്സ് ആണ്. അപ്പൊ അതിനെല്ലാം പ്രൂഫ് നമ്മൾ സൂക്ഷിച്ചേക്കണം. നോർത്ത് ലൈറ്റ്സ്, സാന്റാ ക്ലോസ്, ആർട്ടിക് സർക്കിൾ ക്രോസ് ചെയ്തത്, ഇതിന്റെ എല്ലാത്തിന്റെയും ഫിസിക്കൽ പ്രൂഫുകൾ നമ്മൾ സൂക്ഷിക്കണം. അതുകൊണ്ട് നമ്മൾ ഇതെല്ലാം വാങ്ങിച്ചു കൂട്ടണം. ഇനി മറ്റേ ഡയലോഗ് വരാ. ബാക്കിയുള്ളടത്ത് ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലല്ലോ. ഇല്ല, സ്ഥലങ്ങൾ കാണുന്നതല്ലേ ഉള്ളൂ. കാണുന്നത് നമുക്ക് ഫോട്ടോസ് എടുത്ത് വെച്ചാൽ മതി. ഇനി മറ്റേ ഫുൾ ചെലവാ. പൈസ ചെലവാക്കുന്നതിന് ഓരോരോ ന്യായങ്ങൾ. ഫ്രാൻസിൽ നമ്മൾ 2 ദിവസം നിന്നിട്ട് എത്ര ചെറുപ്പ് ചെലവായി? 5000. ഇവിടെ രണ്ടാമത്തെ ഡേ എത്ര മൊത്തത്തിൽ എത്ര? 20,000. ഫുള്ള് ചെലവാണ് ഗൈസ്. ഫിൻലൻഡ് വരുന്ന ഒരു പ്രത്യേകം ശ്രദ്ധിക്കാൻ, ഭയങ്കര ചെലവാണ്. ചെലവെന്ന് വെച്ചാൽ അജാതി ചെലവ്. അതിനേക്കാളും മുന്നേ 40,000 ഫ്ലൈറ്റ്, പിന്നെന്തായിരുന്നു റെയിൻഡിയർ സഫാരി, 20,000 നോർത്തേൺ ലൈറ്റ്സ്, 20,000 റെയിൻഡിയർ സഫാരി. വന്നതിന് ശേഷം ക്യാബിന് മാത്രമായി 5,000. ആ ക്യാബ് ഞങ്ങൾ ഒരു 4-5 വട്ടെങ്കിലും എടുക്കണം മൊത്തത്തില്. ബസ്സില്ലാത്ത ഒരു സ്ഥലം, ഇത്ര നല്ല വലിയ ഇതായിട്ട്. ബസ്സിൽ കയറിയ നാളെ നമ്മൾ എത്തുള്ളൂ അടുത്ത സ്ഥലത്തേക്ക്. ഇപ്പൊ അത് ക്യാബിന് പോയ 20 മിനിറ്റേ ഉള്ളൂ. അയ്യോ. കഥ പറഞ്ഞിരുന്ന് സർട്ടിഫിക്കറ്റ് കിട്ടിയപ്പോൾ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും മറന്നുപോയി. അതുമല്ല, നമ്മുടെ വണ്ടിയും വന്നു. ഇന്ന് 5-ന് നമുക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകാനായിട്ട് ബുക്ക് ചെയ്തത് ബെൻസാണ് ഗൈസ്. തിരിച്ചു പോകുന്ന വഴിക്ക് നല്ല സ്നോഫോൾ ഉണ്ടായിരുന്നു. ഇനി എന്തായാലും റൂമിൽ പോയി റെസ്റ്റ് എടുക്കട്ടെ. ഞാൻ വിചാരിച്ചത് ഫിൻലൻഡിനെ 4 ദിവസത്തെ എല്ലാം കൂടെ ഒറ്റ വീഡിയോ ആയിട്ട് ചെയ്യാമെന്നാണ്. പക്ഷേ ഇപ്പോൾ ഓൾറെഡി ലെങ്ത് കൂടിയതുകൊണ്ട് പാർട്ട് 2 വരുന്നതായിരിക്കും. അതിനായിട്ട് വെയിറ്റ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.